ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 2 ദിവസം ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാണ്ടെന്ന് ഇത് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഇന്നത്തെ പത്രവും ഇന്നത്തെ പത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ആ ന്യൂസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ പലപ്പോഴും ക്ലാസ് സ്ഥിരമായിട്ട് വാച്ച് ചെയ്തവർ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇലക്ട്രൽ ബോണ്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ട്സ് എന്താണെന്ന് വെച്ചാൽ ഈ 2019 BJP ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സ്കീമാണ്. അത് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫണ്ടിങ് കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു സ്കീമാണ്. പൊളിറ്റിക്കൽ പാർട്ടീസിന് 1000 രൂപ തൊട്ട് എനിക്ക് തോന്നുന്നു 1 crore വരെയാണെന്ന് തോന്നുന്നു ഉള്ള ബോണ്ടുകൾ അവൈലബിൾ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രമേ അത് വാങ്ങാൻ പറ്റൂ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ ഡെസിഗ്നേറ്റഡ് ബ്രാഞ്ചസിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് ഫണ്ടിങ് ആയിട്ട് കൊടുക്കാം. ആ പാർട്ടി അത് വാങ്ങിയിട്ട് ഇത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് 15 ദിവസത്തിനകം അത് അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യിപ്പിക്കണം. 15 ദിവസം കഴിഞ്ഞു പോയാൽ അതിന് PM കെയേഴ്സ് എന്ന് പറയുന്ന സെൻട്രൽ പ്രധാനമന്ത്രിയുടെ ഒരു ദുരിതാശ്വാസ നിധിയുണ്ട്. അതിലേക്ക് പോകും. ആ പൈസ പിന്നെ നമുക്ക് അവർക്ക് എൻകാഷ് ചെയ്യാൻ പറ്റത്തില്ല. പാർട്ടി 15 ഡേയ്സ് കഴിഞ്ഞു പോയാൽ PM കെയേഴ്സിലേക്ക് പോകും. അപ്പം ഈ അപ്പൊ ഈ ഇതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡോണർ അനോണിമസ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഡോണർ അയാളുടെ പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫണ്ടിങ്ങിന് ട്രാൻസ്പെറൻസി ഇല്ല എന്ന് അതിനെ എതിർക്കുന്നവർ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇത് ബ്ലാക്ക് മണിയൊക്കെ ട്രാൻസാക്ഷന് വേണ്ടി ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. കാര്യം ഡോണർ അനോണിമസ് ആണ്, അതുകൊണ്ട് അത് കുറച്ച് പ്രോബ്ലമാറ്റിക് ആണെന്ന് പറഞ്ഞ് ഇതിനെ എതിർത്ത് കുറെ പേര്. പക്ഷേ ഇതിനെ സപ്പോർട്ട് ചെയ്ത BJP പറഞ്ഞത് അല്ല, ഇത് ട്രാൻസ്പെറന്റ് ആണെന്ന് മാത്രമല്ല, ഡോണറിനെ അനോണിമസ് ആക്കി നടത്തുന്നതിന്റെ കാര്യം അതായത് ഇപ്പം സപ്പോസ് ഇപ്പൊ ബിജെപിക്ക് ഫണ്ടിങ് കൊടുക്കുന്ന ഒരു വ്യവസായി, അപ്പൊ BJP ആണ് സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്നത്, ഇപ്പൊ അവർക്ക് കുഴപ്പമില്ല. അപ്പൊ നാളെ ഒരു സമയത്ത് അത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ വ്യവസായി അവർ ടോർച്ചർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ആ കാര്യം ഇത്രയും കാലം BJPക്ക് നല്ല ഫണ്ടിങ് കൊടുത്തവരാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, അതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അത്തരത്തിൽ ഒരു പാർട്ടിക്ക് ഫണ്ടിങ് കൊടുക്കുന്ന ആളിനെ അനോണിമസ് ആക്കി നിർത്തുന്ന അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊക്കെയാണെന്നാണ് BJP വാദിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഫണ്ട് മറ്റേ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ആണിത് ബാങ്ക് അക്കൗണ്ട് സ്വീകരിക്കുന്നതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആണ്, വൈറ്റ് ആണ് എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതി ഇന്നലെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. കാര്യം സുപ്രീം കോടതി പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയാൻ കാര്യം 1-2 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം, ആർട്ടിക്കിൾ 19(1) ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 19(1) അത് വയലേറ്റ് ചെയ്യുന്നു. ആർട്ടിക്കിൾ 19(1) നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആർട്ടിക്കിൾ 19(1) എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മളുടെ അറിയാനുള്ള അവകാശം, അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച്, അതെല്ലാം ആർട്ടിക്കിൾ 19 അകത്താണ് വരുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 19(1) അറിയാനുള്ള അവകാശത്തിന് ഇത് ഹേർട്ട് ചെയ്യുന്നു. അപ്പൊ തന്നെ അത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണലായി. അറിയാനുള്ള അവകാശം എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ടറേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഫണ്ടിങ് കിട്ടുന്നത് ആരെന്നൊക്കെയാണെന്ന് അറിയാനുള്ള അവകാശം ആ വോട്ടറിനുണ്ട്. അപ്പം ജനാധിപത്യ സമൂഹത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആർട്ടിക്കിൾ 19(1) വയലേഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന സംഭവത്തിന്റെ വയലേഷൻ സംഭവിക്കുന്ന പറഞ്ഞു. പിന്നെ ആർട്ടിക്കിൾ 14 വയലേഷൻ ഒരു പരിധി വരെ സംഭവിക്കുന്നുണ്ട് സുപ്രീം കോടതി പറയുന്നു. ആർട്ടിക്കിൾ 14 വയലേഷൻ എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. അപ്പൊ ഈ റൈറ്റ് ടു ഇക്വാലിറ്റി ഇത് വയലേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് കമ്പനീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എത്ര വേണമെങ്കിലും, അതായത് ഇപ്പോൾ ഒരു വലിയ കമ്പനി, ആ കമ്പനിക്ക് എത്ര വേണമെങ്കിലും ഫണ്ടിങ് കൊടുക്കാൻ പറ്റും. അപ്പം അവർക്ക് ക്രോഡ്സ് കൊടുക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അതേസമയത്ത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ ചിലപ്പോൾ 1000-ഓ 10,000-ഓ ഒക്കെ ആയിരിക്കും അവരുടെ ഇഷ്ടമനുസരിച്ച് കൊടുക്കുന്നത്. അപ്പൊ ഇതില് ഈ കമ്പനീസ് എപ്പോഴും കൊടുക്കുന്ന ഈ ക്വിഡ് പ്രോ ക്യോ ബേസിസിലായിരിക്കും. അതായത് അവർക്കൊരു പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയില്ലേ അവർ ഈ ഫണ്ടിങ് കൊടുക്കുകയുള്ളൂ. അപ്പൊ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കൂടുതൽ പൈസ ഉള്ളവനും ഈവൻ ഈ ഫണ്ടിങ് അനോണിമസ് ആയിട്ട് കൊടുക്കുമ്പോൾ ബാങ്കിന് അറിയാൻ പറ്റും, അതുപോലെ തന്നെ ഈ ഭരിക്കുന്ന പാർട്ടിക്കും അറിയാൻ പറ്റും ഇതാരാണ് കൊടുക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് പോളിസീസ് ഒക്കെ മാറ്റി എഴുതാനും ഒക്കെ പറ്റും. അപ്പൊ ഈ ഈക്വൽ അല്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 വയലേഷൻ ആണെന്നും ഇവര് പറയുന്നുണ്ട് സുപ്രീം കോടതി. ഇപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് കണ്ടു തന്നെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തത് ഹിന്ദു എഡിറ്റോറിയൽ അതിനെ കുറിച്ചാണ്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പത്രം വായിച്ചു നോക്കുക. ഒപ്പം തന്നെ ഇത് എല്ലാ പത്രങ്ങളിലും ഇതാണ് ഹെഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയി കഴിഞ്ഞു. പിന്നെ ഇതില് ഫസ്റ്റ് പേജില് പിന്നെ നരേന്ദ്രമോദി ഖത്തറിന്റെ എമിറിനെ മീറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ്. ഖത്തറുമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന പ്രധാന പ്രോബ്ലം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഖത്തറിൽ ഇന്ത്യയുടെ 8 നേവൽ ഓഫീസേഴ്സിനെ ഡെത്ത് പെനാൽറ്റിക്ക് വിധിച്ചിരുന്നു. ആ ഡെത്ത് പെനാൽറ്റി വിധിച്ച എല്ലാ ആൾക്കാരെയും കംപ്ലീറ്റ്ലി ഫ്രീ ആക്കി അവർ ഇന്ത്യയിൽ എത്തി. ഇനി അതിൽ ഒരാളും കണ്ട് എന്തോ ഇമിഗ്രേഷൻ ഇഷ്യൂ ഉള്ളത് കൊണ്ട് മാത്രം അവിടെ താമസിക്കുകയാണ്, ബാക്കി എല്ലാവരും എത്തി. അപ്പൊ ഇതിന് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ഖത്തറിന്റെ എമിറിന് UAE വിസിറ്റിന് ശേഷം മോഡി കണ്ടു ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയ. അപ്പൊ അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. അപ്പൊ ആ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. അതല്ലാതെ അതിനകത്ത് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. വേറെ എന്തെങ്കിലും വലിയ എഗ്രിമെന്റ്സ് ഒന്നും അവിടെ സൈൻ ചെയ്തിട്ടില്ല. ഇതൊരു അൺഷെഡ്യൂൾഡ് വിസിറ്റ് ആയിരുന്നു.
ഫോറിൻ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്രയുടെ പേരും അവിടെ പറയുന്നുണ്ട്. ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ വിനയ് മോഹൻ ക്വാത്ര. പിന്നെ ഇന്ത്യ ഹാസ് റിജക്റ്റഡ് ഡിമാൻഡ് ഫോർ ഡേറ്റ എക്സ്ക്ലൂസിവിറ്റി ഇൻ ഡ്രഗ് ഡെവലപ്മെന്റ് ഇൻ FTA ടോക്സ് എന്നൊരു ന്യൂസ് ആണ്. ഞാൻ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. FTA എന്ന് പറഞ്ഞാൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്, സ്വതന്ത്ര വ്യാപാര കരാറാണ്. നമ്മളിപ്പം യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു 3-4 രാജ്യങ്ങളുണ്ട്. അതിൻ്റെ അകത്താണ് സ്വിറ്റ്സർലൻഡും നോർവേയും ഐസ്ലാൻഡും ലിച്ചൻസ്റ്റീൻ എന്ന് പറയുന്ന രാജ്യമൊക്കെ വരുന്നത്. അപ്പം ആ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട് ഇന്ത്യ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറെ കാര്യങ്ങൾ ടോക്സ് നടക്കുമല്ലോ. അപ്പൊ അതിന്റെ ഒരു ഡ്രാഫ്റ്റ് അഗ്രിമെന്റ് ഒക്കെ ഡ്രാഫ്റ്റ് MOU ഒക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ചില മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് അത് അതേ രീതിയിൽ സൈൻ ചെയ്താൽ ഉണ്ടാവും എന്ന് പറഞ്ഞൊക്കെ ഹിന്ദുവിൽ ന്യൂസ് ഉണ്ടായിരുന്നു. ഞാനത് നിങ്ങളെ ഡിസ്കസ് ചെയ്ത. പക്ഷെ ഓൾറെഡി ഇന്ത്യ അത് റിജക്ട് ചെയ്തു. ആ ഒരു ക്ലോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ മഹാരാഷ്ട്രയിൽ സ്പീക്കർ നെയിം സജിത് ലെഡ് ഫാക്ഷൻ റിയൽ NCP. അത് ഞാൻ നിങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും അജിത് പവാറിന്റെ NCP ആണ് യഥാർത്ഥ NCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് സ്വാഭാവികമായിട്ടും അപ്പൊ സ്പീക്കർ അത് തന്നെ പറയുന്നു. അപ്പൊ അതാണ് അവിടെയുള്ളത്. ഇനി അടുത്ത സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജില് ഏതെങ്കിലും ന്യൂസ് നമുക്ക് ആവശ്യമുണ്ടെന്ന് നോക്കാം. ഇല്ല, ഈ സ്റ്റേറ്റ്സ് പേജില് ഫസ്റ്റ് പേജിൽ ഒരു ന്യൂസ് പോലും നമുക്ക് ആവശ്യമുള്ളതല്ല. അതെല്ലാം അതാത് സ്റ്റേറ്റുകളിലെ ലോക്കൽ ന്യൂസുകൾ മാത്രമാണ്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെയും വലിയ കാര്യമൊന്നുമില്ല. ഹിമാന്ത ബിശ്വ ശർമ്മയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ഹിമാന്ത ബിശ്വ ശർമ്മ ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആസാമിന്റെ ചീഫ് മിനിസ്റ്ററാണ് ഹിമാന്ത ബിശ്വ ശർമ്മ. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിൽ പോകുമ്പോൾ രാജ്യസഭ ഇലക്ഷനെ കുറിച്ച് കുറച്ച് ന്യൂസുകൾ കാണാം. രാജ്യസഭ ഇലക്ഷൻ ഞാൻ നിങ്ങളുടെ പറഞ്ഞു, ഇപ്പൊ രാജ്യസഭ ഇലക്ഷന്റെ സീസണാണ്. കുറെ സ്റ്റേറ്റുകളിൽ കുറെ സീറ്റുകളിലേക്കുള്ള വേക്കൻസീസിലേക്ക്, അങ്ങനെയാണ് വേക്കൻസീസിലാണല്ലോ രാജ്യസഭയിൽ ഇലക്ഷൻ വരുന്നത്. അല്ലാതെ ലോക്സഭ പോലെ 17 ലോക്സഭയെ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യുന്നു എന്നിട്ട് 18 ലോക്സഭയ്ക്ക് വേണ്ടി ഒരുമിച്ച് ഇലക്ഷൻ നടത്തുന്നു. അങ്ങനെ ഇല്ല രാജ്യസഭയിൽ. രാജ്യസഭ ഇസ് എ പെർമനന്റ് ബോഡി. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻസാറ്റ് 3DS മിഷൻ ടു ബി ലോഞ്ച്ഡ് ഫ്രം ശ്രീഹരിക്കോട്ട ടുമോറോ എന്നൊരു ന്യൂസ് കാണാം. ഇൻസാറ്റ് 3DS ഇന്ത്യയുടെ പുതിയ സാറ്റലൈറ്റ്. ഈ സാറ്റലൈറ്റിന് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അത് ലോഞ്ച് ചെയ്യുന്നത് നമ്മളുടെ GSLV F-14 എന്ന് പറയുന്ന ഒരു ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചാണ്. GSLV എന്ന് പറഞ്ഞാൽ ജിയോ സിങ്ക്രണസ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. അപ്പം GSLV F-14 ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചാണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്ന സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. ബിൽ ഓൺ യൂസ് ഓഫ് കന്നഡ ഓൺ സൈൻ ബോർഡ്സ് പാസ്ഡ്. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് കർണാടകത്തിൽ ഇനി മുതൽ അവിടെ ഏത് സൈൻ ബോർഡ് ഉണ്ടാക്കിയാലും അതിൻ്റെ അകത്ത് 60% കന്നഡ ആയിരിക്കണം. അതിനെ കുറിച്ചൊരു ന്യൂസാണ്. പിന്നീട് കാലേശ്വരം പ്രോജക്റ്റിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. CAG അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒബ്ജക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കുറെ കാലം കൊണ്ട് അതിൽ കുറച്ച് കറപ്ഷൻ നടന്നെന്നാണ് പറയുന്നത്. തെലങ്കാനയിലെ BRS ഗവൺമെന്റ്, ഇപ്പം തെലങ്കാന ഭരിക്കുന്നത് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. മുമ്പ് ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിലുള്ള BRS ഗവൺമെന്റ് നടപ്പാക്കിയ വേൾഡിലെ ഏറ്റവും വലിയ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ്. അപ്പം ഈ കാലേശ്വരം പ്രോജക്റ്റ് പിന്നീട് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ CAG ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. CAG ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റർ ആണ്. ഇന്ത്യയുടെ വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഓഡിറ്റിംഗ് ചെയ്യുകയാണ് CAG-യുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ഗിരീഷ് ചന്ദ്ര മർമു ആണ് ഇപ്പോഴത്തെ CAG. ഗിരീഷ് ചന്ദ്ര മർമു. ഗിരീഷ് ചന്ദ്ര മർമു ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ CAG കൂടെയാണ്. ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ CAG ആണ് ഗിരീഷ് ചന്ദ്ര മർമു എന്ന് പറയുന്നത്. ഇനി അതിനടുത്ത പേജ് സ്പോട്ട്ലൈറ്റ് പേജ് നമുക്ക് വേണ്ട. അതിനടുത്ത പേജ് മെട്രോ പ്ലസ് വേണ്ട. അതിനടുത്ത പേജ് എഡിറ്റോറിയൽ പേജിൽ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞായിരുന്നു എഡിറ്റോറിയൽ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് സ്കീം അൺബോണ്ടഡ് എന്ന് പറഞ്ഞാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംഗതി ബാൻ ചെയ്തു. പിന്നെ വേറൊരു കാര്യം കൂടെ അതിൽ പറയാൻ ഞാനപ്പോൾ വിട്ടുപോയി. മുമ്പെന്ന് വെച്ചാൽ ഈ കോർപ്പറേറ്റുകൾക്ക് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫണ്ട് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റ് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കേസ് വന്നപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്ത് മാറ്റി. ഇപ്പോൾ ഒരു ലിമിറ്റും ഇല്ല. എത്ര കോടി വേണമെങ്കിലും ഒരു കോർപ്പറേറ്റിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഫണ്ട് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെയും യഥാർത്ഥത്തിൽ കറപ്ഷന് കാരണമാവും. അത് മാത്രമല്ല, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കോർപ്പറേറ്റ് ഫണ്ട് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വിഡ് പ്രോ ക്വോ എന്ന് പറയും. അതായത്
ഒരു എന്തെങ്കിലും ഒരു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റ് പോളിസി മാറ്റേഴ്സിൽ പോലും അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊക്കെ അത് ഞാൻ നേരത്തെ പറഞ്ഞതോ അതും ഇതിന്റെ ഒരു കാരണമായി. കമ്പനീസ് ആക്ടിലൊക്കെ അമെന്റ്മെന്റ് വരുത്തി അവര് ചെയ്തത്. കമ്പനീസ് ആക്ട് അനുസരിച്ച്, പഴയ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഇലക്ട്രൽ ബോണ്ടിൽ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്ന, ഇലക്ട്രൽ ബോണ്ട് അല്ല, പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫണ്ടിങ് കൊടുക്കുന്നതിന് കമ്പനീസിന്റെ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എടുത്ത് കളഞ്ഞു. അപ്പൊ അതുപോലെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 19(1)(a) അതിവിടെ അവർ പറയുന്നുണ്ട് അതിന്റെ വയലേഷൻ. അപ്പൊ അതേ കൊണ്ടാണ് ബാൻ ചെയ്തത്. ബാൻ ചെയ്ത് മാത്രമല്ല, SBIയോട് ഇതുവരെയുള്ള എല്ലാ ഇലക്ട്രൽ ബോണ്ടും ആരൊക്കെയാണ് കൊടുത്തത്, എത്ര വീതം ഏതോ പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുത്തു, അതിന്റെ ലിസ്റ്റ് ഈ March 6 അങ്ങനെ എന്തോ ഒരു ഡേറ്റ് പറയുന്നുണ്ട്, അതിന് മുമ്പായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞേക്കുന്നത്. അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നീട് ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുക. ഇതും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ അത്ര വലിയ പ്രാധാന്യം കൂടെ നമ്മളിപ്പോൾ പഠിക്കേണ്ട. സ്ട്രോങ് മാൻ അറ്റ് ദ ഹെൽം എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് താമസിക്കുന്ന രാജ്യവും ലോകത്തിലെ ഏറ്റവും വലിയ ആർച്ചിപെലാഗോ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഐലൻഡ്സ് ആണെന്ന് നിങ്ങൾ മിക്കുള്ളവർക്ക് അറിയായിരിക്കും. ആർച്ചിപെലാഗോ ലോകത്തിലെ ഏറ്റവും വലിയ ആർച്ചിപെലാഗോ ആണ് ഇന്തോനേഷ്യ. വേൾഡിലെ ഏറ്റവും വലിയ ആർച്ചിപെലാഗോ ആയ ഇന്തോനേഷ്യയിൽ ഇപ്പൊ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുകയാണ്. ഇത്രയും കാലം അവിടെ ജോക്കോ വിഡോഡോ ആയിരുന്നു പ്രസിഡന്റ്. ജോക്കോ വിഡോഡോയുടെ വലങ്കയായിരുന്ന പ്രബോവോ സുബിയാന്തോ ഇപ്പൊ മിക്കവാറും ആവും. ഇതുവരെയുള്ള ഇലക്ഷൻ റിസൾട്ടുകൾ അനുസരിച്ച് പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത്. പ്രബോവോ സുബിയാന്തോ പഴയ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. ഈ നമ്മളുടെ ജോക്കോ വിഡോയുടെ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഔട്ട് ഗോയിങ് പ്രസിഡന്റിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. ഇന്തോനേഷ്യയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ മത്സരിച്ച ഇപ്പൊ ജയിച്ചു കഴിഞ്ഞ പ്രബോവോ സുബിയാന്തോ പുള്ളിയായിരിക്കും പുതിയ ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. അപ്പൊ പുള്ളി അത്യാവശ്യം ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ഡിക്റ്റേറ്റോറിയൽ ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ലീഡറാണെന്നാണ് പറയുന്നത്. അപ്പം ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ എക്കോണമിയാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നതാണ് ആസിയാൻ രാജ്യങ്ങൾ. ഈ ആസിയാൻ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ എക്കോണമി ഇന്തോനേഷ്യയാണ്. അതുപോലെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മുസ്ലിം പോപ്പുലേഷൻ ഒരുപാടുള്ള ഒരു രാജ്യമാണ്. പിന്നെ ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അവിടുത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നമുക്കൊരു സ്റ്റേക്ക് ഉണ്ടെന്നല്ല, നമ്മൾ വലിയ ബന്ധം പുലർത്തുന്ന ആസിയാൻ എന്ന് പറയുന്ന ബോഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ ഹിന്ദുവിൽ അതൊരു എഡിറ്റോറിയൽ ആയി വന്നു. അതുപോലെ ഇവിടെ ഈ ഇന്തോനേഷ്യക്ക് പുതിയൊരു ക്യാപിറ്റൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ ക്യാപിറ്റലിന്റെ പേര് അറിഞ്ഞിരിക്കുക നുസന്തര. NUSANTARA. നുസന്തരയാണ് ഇന്തോനേഷ്യയുടെ പുതിയ ക്യാപിറ്റൽ. പുതിയ ക്യാപിറ്റൽ ആയിട്ടില്ല, അത് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ജക്കാർത്ത തന്നെയാണ് ഇപ്പോഴും ഒരു ക്യാപിറ്റലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് അതിനടുത്ത പേജ് പോകുന്നു. നമുക്ക് ആവശ്യമുള്ളൊന്നുമില്ല. അതിനടുത്ത പേജ് ഇപ്പം വാട്ട് ഈസ് ബിഹൈൻഡ് ലഡാക്ക് അൺറസ്റ്റ് എന്ന് പറയാം. ലഡാക്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ലഡാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞ ഒറ്റ സ്റ്റേറ്റ് ആയിരുന്നു. ആ സ്റ്റേറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് 2 യൂണിയൻ ടെറിട്ടറി ഉണ്ടായി. JNKയും അതുപോലെ പിന്നെന്തായിരുന്നു മറ്റേ അതിന്റെ പേര് ലഡാക്കും. ഈ ലഡാക്ക് ഇപ്പം അവരാവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ അവർ ഇനിയിപ്പം വീണ്ടും ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്റ്റേറ്റ്ഹുഡ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുത്താലും ഞങ്ങൾക്ക് സ്റ്റേറ്റ്ഹുഡ് വേണ്ട, ഞങ്ങൾക്ക് യൂണിയൻ ടെറിട്ടറി ആയിട്ട് നിന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങളൊരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആക്കാമെന്ന് അവർ പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവര് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന്. 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നും അവർ പറയാൻ കാരണം, അങ്ങനെ 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയാൽ ഈ ട്രൈബൽ സ്റ്റാറ്റസ് കിട്ടും. അപ്പൊ അവിടെ കുറെ സ്പെഷ്യൽ റൈറ്റ്സ് ഒക്കെ വരും അവർക്ക്. അതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റിലെ കുറെ സ്റ്റേറ്റുകളൊക്കെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പേരിൽ അവിടെ ലഡാക്കില് അവിടെ ആൾക്കാർ കുറച്ച് അജിറ്റേഷൻസ് ഒക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഇവിടെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിലുണ്ട്. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഒന്ന്, സ്റ്റേറ്റ്ഹുഡ് കൊടുക്കുക, ലഡാക്കിന് ഒരു സംസ്ഥാന പദവി കൊടുക്കുക എന്നാണ് അവരിപ്പോ പറയുന്നത്. രണ്ടാമത്തെ കാര്യം അവർക്ക് 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക കോൺസ്റ്റിറ്റ്യൂഷന്റെ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാല്ല. അതിന്റെ അടുത്ത പേജ് പോകുന്നു 14th പേജ്. 14th പേജ് പോകുമ്പോ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. അവിടെയും കൂടുതലും രാജ്യസഭാ ഇലക്ഷനെ കുറിച്ചാണ്. പിന്നെ MK സ്റ്റാലിന്റെ ഒരു ഫോട്ടോയും DMK ഗവൺമെന്റ് കുറെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. അതിനടുത്ത പേജ് പോകുമ്പോ എന്തുകൊണ്ടാണ് പോൾ ബോണ്ടുകൾ ബാൻ ചെയ്യുന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ഇവിടെ കാണാം. പൊളിറ്റിക്കൽ കോൺട്രിബ്യൂട്ടേഴ്സ് ക്യാൻ ഇൻഫ്ലുവൻസ് ഗവൺമെന്റ് ഡിസിഷൻസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഈ പിന്നീട് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഈ വൻകിടക്കാരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻസിന് ഗവൺമെന്റിന്റെ പോളിസി ഡിസിഷൻസിന് വരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. പിന്നെ മാച്ചിങ് ബയേഴ്സ് ഓഫ് പോൾ ബോൺസ് വിത്ത് റെസിപ്പിയൻസ് കുഡ് ബി ട്രിക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2019 തൊട്ട് 2024 വരെ ഇതുവരെ ഇഷ്യൂ ചെയ്ത പോൾ ബോണ്ടുകളുടെ ഫുൾ ഡീറ്റെയിൽ, ആരാണ് കൊടുത്തത്, ഏത് പാർട്ടിക്കാണ് കൊടുത്തത്, അതെല്ലാം ഒരു ഡേറ്റ് അവർ പറയുന്നുണ്ട്. എനിക്കൊന്ന് March 6 ആണെന്നാണ് ഞാൻ ഇവിടെ വായിച്ചത്. അതിനകത്ത് വെച്ച് സുപ്രീം കോടതി അത് വെളിപ്പെടുത്തിയിട്ട് അത് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് അത്ര ഈസി ആയിരിക്കൂല അങ്ങനെ മാച്ച് ചെയ്യുക എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. March 6 അല്ല, March 13 ആണ് കേട്ടോ. March 13 എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. March 13. പിന്നീട് അതിനെക്കുറിച്ച് അത് തന്നെയാണ് അവിടെ വരുന്ന മിക്ക കാര്യവും. ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും, കോൺഗ്രസ് പറഞ്ഞ അഭിപ്രായം, പഴയ ഇലക്ഷൻ കമ്മീഷണേഴ്സ് പറഞ്ഞ അഭിപ്രായം, BJP പറഞ്ഞ അഭിപ്രായത്തിനെ കുറിച്ച്, അങ്ങനെയൊക്കെയാണ്. അല്ല അവിടെ വേറെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ഫാമേഴ്സിന്റെ സ്ട്രൈക്കിനെ കുറിച്ച് അത് പ്രത്യേകിച്ച് പറയാനില്ല. പോസ്റ്റ് ഗാൽവൻ ക്ലാഷ്, ഇന്ത്യൻ മാർഷ്യൽ ആർട്സ് ട്രെയിനിങ് ഫോർ ഇന്ത്യൻ മാർഷ്യൽ ആർട്സ് ട്രെയിനിങ് ഫോർ ആർമി പോസ്റ്റ് ഗാൽവൻ ക്ലാഷ്. അതായത് ഗാൽവൻ എന്ന് പറയുന്നത് ലഡാക്കിൽ ഒരു പ്രദേശമാണ്, ഒരു നദിയുണ്ട് ഗാൽവൻ എന്ന് പറയുന്ന റിവർ. അവിടെ വെച്ചാണ് നമ്മുടെ ഇന്ത്യയുടെയും ചൈനയുടെയും പട്ടാളക്കാർ തങ്ങളിൽ ആദ്യമായിട്ടൊരു ബോഡി ബ്ലോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷം, 1961 വാറിന് ശേഷം. അപ്പം പിന്നീട് അതിനുശേഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നു. അപ്പം കുറെ പട്ടാളക്കാർക്ക് അവരെ മരിച്ചു, നമ്മളെയും മരിച്ചു. അപ്പൊ അതിനുശേഷം മാർഷൽ ആർട്സിൽ നമ്മളെ ഇന്ത്യൻ പട്ടാളത്തിന് ഇപ്പൊ ഈവൻ കളറിപ്പയറ്റ് പോലും മദ്രാസ് റെജിമെന്റിലൊക്കെ പട്ടാളക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. അതും അവിടെ നിന്ന് എഴുതിയെടുത്ത് പഠിക്കാനുള്ളതുകൊണ്ടല്ല, ജസ്റ്റ് പറഞ്ഞതാണ്. പിന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. NHRC സീക്സ് റിപ്പോർട്ട് ഓൺ സെയിൽ ഓഫ് ഡ്രഗ്സ് വിത്ത് ഐഡന്റിക്കൽ നെയിംസ് എന്നൊക്കെ ഒരു ന്യൂസ് കാണാം. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. NHRCയുടെ ചെയർപേഴ്സൺ അരുൺകുമാർ മിശ്ര ആയിരുന്നു. മാറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഗ്ലോബൽ മീറ്റ് അർജസ് ഇന്ത്യ ടു ഓഗ്മെന്റ് പൾസ് പ്രൊഡക്ഷൻ ടു മീറ്റ് ന്യൂട്രീഷണൽ നീഡ്സ് എന്നൊരു ന്യൂസ് കാണാം. ഗ്ലോബൽ മീറ്റ് അർജസ് ഇന്ത്യ ടു ഓഗ്മെന്റ് പൾസസ് പ്രൊഡക്ഷൻ ടു മീറ്റ് ന്യൂട്രീഷണൽ നീഡ്സ്. ഗ്ലോബൽ പൾസസ് കോൺഫറൻസ് ആണ് ഇപ്പം ഇന്ത്യയിൽ വെച്ച് നടന്ന ഗ്ലോബൽ പൾസസ് കോൺഫറൻസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ പൾസസിന്റെ പ്രൊഡക്ഷനിൽ കുറച്ച് അത്യാവശ്യം പ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷെ സ്റ്റിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സെൽഫ് സഫീഷ്യന്റ് ആവാനുള്ള പൾസസ് പ്രൊഡക്ഷൻ നമുക്കില്ല. റൈസിന്റെയും വീറ്റിന്റെ കാര്യത്തിൽ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നമുണ്ട്. നമ്മൾ സെൽഫ് സഫീഷ്യന്റ് ആണ്, നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പൾസസ് നമ്മൾ പലപ്പോഴും ഇമ്പോർട്ട് ചെയ്യണം മറ്റു രാജ്യങ്ങൾ. അപ്പൊ പൾസസിന്റെ കാര്യത്തിൽ നമുക്ക് സെൽഫ് സഫീഷ്യൻസി ഇല്ല. സോ ഇന്ത്യ ഷുഡ് ട്രൈ ടു ബിക്കം സെൽഫ് സഫീഷ്യന്റ് ഇൻ ദ കേസ് ഓഫ് പൾസസ് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഗ്ലോബൽ പൾസസ് കോൺഫറൻസ് ഇന്ത്യയിൽ അവസാനിച്ചത്. ഇന്ത്യയുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ അർജുൻ മുണ്ട, അതുപോലെ ഇന്ത്യയുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ, അവരൊക്കെ ഇതിൽ പങ്കെടുത്തു. ഇത് എനിക്കൊന്ന് ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിൽ വെച്ച് ഗ്ലോബൽ പൾസസ് കോൺഫറൻസ് നടന്നത്. അത് ആരൊക്കെ ചേർന്നാണ് നടത്തിയെന്ന് വെച്ചാൽ NAFED, അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഓർഗനൈസേഷനാണ്. NAFED, നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, NAFED, NAFED പ്ലസ് ഗ്ലോബൽ പൾസസ് കോൺഫെഡറേഷൻ GPC, ഇവർ രണ്ടുപേരോട് ചേർന്നാണ് ഈ മീറ്റിംഗ് നടത്തിയത്. ഓക്കെ. പിന്നെ CDSCO, ഇന്ത്യയുടെ മരുന്നുകൾക്കൊക്കെ അപ്രൂവൽ കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് CDSCO. അവരുടെ പുതിയ മരുന്നിന് അപ്രൂവൽ കൊടുത്ത കാര്യം പറഞ്ഞത്. CDSCOയുടെ എക്സ്പാൻഷൻ എഴുതിക്കോ, സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. അതുപോലെ DCG ഉണ്ട്, ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ, DCG, ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ. അവരാണ് ഈ വാക്സിൻസിനൊക്കെ പലപ്പോഴും അപ്രൂവൽ കൊടുക്കുന്നവരാണ്. നമ്മുടെ കൊറോണ വാക്സിനും ഒക്കെ, കോവിഷീൽഡും അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തില്ലേ, കോവാക്സിനും ഒക്കെ. അപ്പൊ അതിനൊക്കെ അപ്രൂവൽ എടുക്കുന്ന DCG ആണ്, ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ. പിന്നെ ട്രേഡ് ഡെഫിസിറ്റ് ഇന്ത്യയുടെ കുറഞ്ഞു എന്ന് പറഞ്ഞൊരു ന്യൂസാണ്. ട്രേഡ് ഡെഫിസിറ്റ് കുറയുന്നത് എപ്പോഴും നല്ലതാണ്. ട്രേഡ് ഡെഫിസിറ്റ് പോസിറ്റീവ് രീതിയിലാണ് കുറയുന്നതെങ്കിൽ നല്ലതാണ്. ഇപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് എന്താണ്? ട്രേഡിലെ ഡെഫിസിറ്റ്, അതായത് നമ്മൾ ട്രേഡിൽ ചെയ്യുന്ന എന്താണ്? ഇമ്പോർട്ട് എക്സ്പോർട്ടും ആണ്. ഇമ്പോർട്ട് ഇങ്ങോട്ട് ചെയ്യുന്നു, എക്സ്പോർട്ട് അങ്ങോട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ വാല്യൂല് ഡിഫറൻസ് ആണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിസിറ്റ് ഉണ്ടാവാൻ കാരണം ഇമ്പോർട്ട് കൂടിയും എക്സ്പോർട്ട് കുറഞ്ഞു ഇരിക്കുമ്പോഴാണ്. ഇന്ത്യക്ക് വർഷങ്ങളായിട്ട് അങ്ങനെയാണ്, ഇമ്പോർട്ട് കൂടിയും എക്സ്പോർട്ട് കുറഞ്ഞുമാണ് ഇരിക്കുന്നത്. കാര്യം നമ്മൾ ക്രൂഡ് ഓയിലൊക്കെ 80% കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക്
ഇമ്പോർട്ടിന്റെ വാല്യൂ ആയിരിക്കും കൂടുതൽ എപ്പോഴും. അപ്പൊ എപ്പോഴും ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാവും. അത് കുറഞ്ഞു വരുന്നതാണ് നല്ലത്. ഇപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു ന്യൂസ് ആണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ ICRA, ഇന്ത്യയുടെ ഒരു റേറ്റിംഗ് ഏജൻസിയാണ് ICRA. ഓക്കെ, ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സീക്സ് മെമ്പേഴ്സ് ഫോർ GST അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്നൊരു ന്യൂസ് കാണാം. GST അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് GST-AT എന്നാണ് ഷോർട്ട് ഫോമിൽ പറയുന്നത്. GST-AT, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ, GST-AT, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഈ GST-AT, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് GST സംബന്ധമായ കേസുകൾ പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക കോടതികളാണ്. അത് രൂപീകരിക്കാൻ പോണതേ ഉള്ളൂ. അപ്പൊ അതിലെ മെമ്പേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. പിന്നെ ഇന്ത്യ നേപ്പാൾ സൈൻ പാക്ട് ടു ലിങ്ക് UPI NPI ഫോർ ഫാസ്റ്റർ റെമിറ്റൻസസ്. അത് ഞാൻ ഈയിടെ കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴും നിങ്ങൾ പറഞ്ഞു, ഇന്ത്യ ശ്രീലങ്കയായിട്ടും മൗറീഷ്യസുമായിട്ട് നമ്മളുടെ UPI പേയ്മെന്റ് അവിടങ്ങളിലേക്കും കൂടെ വ്യാപിപ്പിക്കാനുള്ള ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. അതുപോലെ ഇന്ത്യക്ക് നേപ്പാളുമായിട്ടും UPI പേയ്മെന്റ് അവിടേക്കും കൂടെ വ്യാപിപ്പിക്കാനുള്ള എഗ്രിമെന്റ് ഉണ്ട്. അത് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ കുറെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വലിയ വേറെ ന്യൂസ് നിങ്ങൾ കാണാനുള്ളത്, ജപ്പാൻ സ്ലിപ്സ് ഇൻ റിസഷൻ റൈസസ് BOJ പോളിസി ഡൗട്ട്സ്. ജപ്പാൻ എന്ന് പറയുന്ന വേൾഡിലെ 3rd ലാർജസ്റ്റ് എക്കോണമി ആയിരുന്നു എന്ന് വേണം ഇനി പഠിക്കാൻ. ഇത്രയും കാലം ജപ്പാൻ ആയിരുന്നു വേൾഡിലെ 3rd ലാർജസ്റ്റ് എക്കോണമി. യെസ്റ്റർഡേ Germany becomes the world's 3rd largest economy and Japan slips into 4th position. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ജപ്പാൻ is now under recession. What is recession? 2 സക്സസീവ് ക്വാർട്ടേഴ്സിൽ ഒരു രാജ്യത്തിന്റെ എക്കോണമി കോൺട്രാക്ട് ചെയ്താൽ അപ്പോഴാണ് റിസഷൻ സംഭവിച്ചെന്ന് പറഞ്ഞത്. ഇപ്പൊ ഇന്ത്യയുടെ എക്കോണമി കഴിഞ്ഞ 2 ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ എന്താ, ജാനുവരി തൊട്ട് മാർച്ച് വരെ ഒരു ക്വാർട്ടറാണ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് 4th quarter ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇയർ. പിന്നെ വീണ്ടും ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരി മാർച്ച്, അതാണ് ഫസ്റ്റ് ക്വാർട്ടർ. ഏപ്രിൽ മെയ് ജൂൺ, അത് കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, അങ്ങനെ ഓരോ ക്വാർട്ടേഴ്സ്. അങ്ങനെ സക്സസീവ് ആയിട്ടുള്ള 2 ക്വാർട്ടേഴ്സിൽ നമ്മളുടെ എക്കോണമി കോൺട്രാക്ട് ചെയ്താൽ, GDP ഗ്രോത്ത് റേറ്റിന് പകരം GDP കോൺട്രാക്ട് ചെയ്താൽ അതാണ് നമ്മൾ എന്താ പറയുന്ന റിസഷൻ എന്ന് പറയുന്നത്, റിസഷൻ. അപ്പൊ ഈ റിസഷൻ, പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പെട്ടെന്ന് റിസഷൻ ഒരു ക്വാർട്ടറിൽ കോൺട്രാക്ട് ചെയ്തു, അടുത്ത ക്വാർട്ടറിൽ വീണ്ടും ഗ്രോ ചെയ്തു, അപ്പൊ അതിന്റെ റിസഷൻ എന്ന് പറയത്തില്ല. 2 ക്വാർട്ടേഴ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് കോൺട്രാക്ട് ചെയ്താൽ മാത്രമേ റിസഷൻ എന്ന് പറയുള്ളൂ. ഇപ്പൊ 2 ലോകത്തിലെ മേജർ എക്കോണമീസ് റിസഷനിലേക്ക് പോയേക്കാണ്. ഒന്ന് USA ആണ്, ഒന്ന് ജപ്പാനാണ്, രണ്ടാമത് UK ആണ്. UK റിസഷനിൽ പോയി. അതും ഇതേ പത്രത്തിൽ തന്നെ ഉണ്ട്. BOJ എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓഫ് ജപ്പാൻ, അവരാണ് ഇവിടുത്തെ സെൻട്രൽ ബാങ്ക്, ഇന്ത്യയുടെ റിസർവ് ബാങ്ക് പോലെ. അപ്പൊ സെൻട്രൽ ബാങ്കായ ബാങ്ക് ഓഫ് ജപ്പാന്റെ നടപടികളൊന്നും ഫലിച്ചില്ലെന്നാ പറഞ്ഞേക്കുന്നത്, ഈ റിസഷനെ തടയുന്ന ജപ്പാന്. അതുപോലെ കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ UK-യും റിസഷനിലാണ്. UK economy slipped into technical recession in 2023. സുനാക് ഫേസസ് ഫ്ലാഗ്. സുനാക് ആരാണ്? അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഋഷി സുനാക്. അപ്പൊ അദ്ദേഹത്തിനാണ് ഇത് തടയാൻ പറ്റാത്തത് കൊണ്ട് പുള്ളിക്കെതിരെയാണ് ക്രിറ്റിസിസം എല്ലാം. പിന്നെ ഗ്രീസ് പാർലമെന്റ് സെറ്റ് ടു ലീഗലൈസ് സെയിം സെക്സ് മാരേജ് ആൻഡ് അഡോപ്ഷൻ. അതായത് സെയിം സെക്സ് മാരേജ്, നമുക്കറിയാം ഗേ മാരേജ് പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഇന്ത്യയിൽ അത് ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കോടതിയിൽ ഒരു കേസൊക്കെ ഉണ്ട്, പക്ഷെ നടന്നില്ല. പക്ഷെ പല രാജ്യങ്ങളിൽ അത് ലീഗലൈസ്ഡ് ആണ്. യൂറോപ്പിലാണ് കൂടുതൽ രാജ്യങ്ങളിൽ അത് ലീഗലൈസ്ഡ് ആയിട്ടുള്ളത്. ഇപ്പൊ ഗ്രീസിൽ അത് ലീഗലൈസ് ചെയ്യാൻ പോകുന്നത് സെയിം സെക്സ് മാരേജ്. അതിനെ കുറിച്ച് ന്യൂസ് ആണ്. പിന്നെ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് പേജില് ക്രിക്കറ്റിലെ ന്യൂസ് ഒന്നും പറയേണ്ട കാര്യം, അതൊരു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒരു മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫൈനലി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. സ്പോർട്സ് പേജിൽ രഞ്ജി ട്രോഫി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും പറയുന്നതാണ്. ബാക്കി സ്പോർട്സ് പേജ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇനി നമ്മൾ ഇന്നലത്തെ ന്യൂസ് പേപ്പർ, അതിലെ പ്രധാനപ്പെട്ട ന്യൂസുകൾ നോക്കാം. ഇന്നലത്തെ ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ സെന്റർ കോൾസ് ഫോർ ടോക്ക് സെറ്റ് അഗെയിൻ ബട്ട് ഫാമേഴ്സ് സീക്ക് പോസിറ്റീവ് ഓഫർ എന്നൊരു ന്യൂസ് കാണാം. അത് ഫാമേഴ്സിന്റെ ഈ അജിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. ഇനി രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് TN passes resolution against one nation one election plan. TN passes resolution against one nation one election plan. തമിഴ്നാട് എന്ന് പറയുന്ന സ്റ്റേറ്റ്
അവിടുത്തെ അസംബ്ലിയിൽ 1 നേഷൻ 1 ഇലക്ഷൻ പ്ലാൻ അഗേൻസ്റ്റ് ആയിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കിയെന്നാണ്. അത് പലപ്പോഴും നമ്മളെ സ്റ്റേറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. നമ്മൾ CAA-ക്കെതിരെയൊക്കെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്, CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് അഗേൻസ്റ്റ് ആയിട്ടൊക്കെ. പക്ഷേ 1 നേഷൻ 1 ഇലക്ഷൻ അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ ഇതൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടില്ല. ഐ തിങ്ക് തമിഴ്നാട് ഇസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു പാസ് എ റെസൊല്യൂഷൻ അഗേൻസ്റ്റ് 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന സംഭവം. അത് ഇന്ത്യയിൽ ഇതുവരെയ്ക്ക് നടപ്പാക്കുന്ന പോലും ആയിട്ടില്ല, നിയമം പോലും ഡ്രാഫ്റ്റ് പോലും ചെയ്തിട്ടില്ല. പക്ഷേ അതിന് മുമ്പ് അവരങ്ങനെ റെസൊല്യൂഷൻ പാസ്സാക്കിയൊക്കെയാണ്. 1 നേഷൻ 1 ഇലക്ഷൻ എന്താണെന്ന് നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. ലോക്സഭ ഇലക്ഷൻ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസ്, അതുപോലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇലക്ഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് നടത്തുന്നതിനാണ് 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്നത്. അതിന് അഗേൻസ്റ്റ് ആയിട്ടാണ് തമിഴ്നാട് അസംബ്ലി ഒരു റെസൊല്യൂഷൻ, പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇരിക്കുന്നതെല്ലാം രാജ്യസഭ ഇലക്ഷനെ കുറിച്ചുള്ള ന്യൂസുകളൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഇലക്ഷന്റെ ഫസ്റ്റ് റൗണ്ട് ഇന്തോനേഷ്യൻ ഡിഫൻസ് മിനിസ്റ്ററായ പ്രബോവോ സുബിയാന്തോ വിൻ ചെയ്തു. അതിനെ കുറിച്ചാണ് ഇന്നത്തെ ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ. അതിനെ കുറിച്ച് ഉള്ള ന്യൂസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് AFP ആണ്, ഏജൻസി ഫ്രാൻസ് പ്രസ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസികളിൽ ഒരെണ്ണമാണ് AFP, ഏജൻസി ഫ്രാൻസ് പ്രസ്. അതുപോലെ വേറൊരെണ്ണമുണ്ട് AP, അസോസിയേറ്റഡ് പ്രസ്. AP അത് അമേരിക്കയിലാണ്, ഇത് ഫ്രാൻസിന്റെ ആണ്. പിന്നെയുണ്ട് റോയിട്ടേഴ്സ്. നിങ്ങൾ സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും റോയിട്ടേഴ്സ് എന്ന് പറയുന്ന ന്യൂസ് ഏജൻസി. അത് ബ്രിട്ടന്റെ ആണ് റോയിട്ടേഴ്സ്. ഇവരൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസീസ്. അതിനടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ വേദാന്ത പ്ലാന്റ് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യം. വേദാന്ത എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ഒരു മൈനിങ് കമ്പനിയാണ്. അവരൊരു കോപ്പർ പ്ലാന്റ് തൂത്തുക്കുടിയിലുണ്ട്. ഇടയ്ക്ക് വെച്ച് അത് പൊല്യൂഷന്റെ പേരിൽ പൂട്ടണമെന്ന് പറഞ്ഞുള്ള ലോക്കൽ അജിറ്റേഷൻ ഉണ്ടായെങ്കിലും അത് അതോറിറ്റീസ് മൈൻഡ് ചെയ്തില്ല. അവസാനം പബ്ലിക് വയലന്റ് ആയപ്പോഴത്തേക്ക് പോലീസ് വെടിവെച്ചു. പോലീസ് വെടിവെപ്പിൽ ഫയറിംഗിൽ എനിക്ക് തോന്നുന്നു 10 പേരെങ്കിലും മരിച്ചു കിടന്നു. അങ്ങനെ ഭയങ്കര വിഷയമായി പൂട്ടിക്കിടന്നാണ്. പക്ഷെ അതിനെ വീണ്ടും ഓപ്പൺ ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. വേദാന്തയുടെ കോപ്പർ സ്മെൽറ്റിംഗ് പ്ലാന്റ് തൂത്തുക്കുടിയിൽ അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ NGT-യിലേക്ക് പെർമിഷൻ വേണ്ടി. NGT ആണല്ലോ എൻവയോൺമെന്റ് റിലേറ്റഡ് ക്ലിയറൻസ് കൊടുക്കേണ്ടത്, NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ. ഓക്കെ, പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ അതിനടുത്ത പേജില് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു എയർപോർട്ട് ഉത്തർപ്രദേശിൽ വരാൻ പോയി. അതായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട് എന്നാണ് പറയുന്നത്. അതിന് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് വിളിക്കുന്നത്. നോയിഡ അതിന് ആ പേര് മാറ്റം നടന്നിവിടെ. എയർപോർട്ട് ഓപ്പൺ ആവും ഈ വർഷം. ഓപ്പൺ ആകുമ്പോൾ ഈ വർഷം തുടക്കത്തിൽ തന്നെ ഓപ്പൺ ആവും. എനിക്കൊന്ന് ലോക്സഭ ഇലക്ഷൻ മുമ്പ് ഓപ്പൺ ചെയ്യാൻ കണ്ടാണ് പ്ലാൻ. എന്റെ ഫസ്റ്റ് ഫേസ് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട്. അത് ജോവർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ജോവർന്നോ ജവാർന്നോ കണ്ടാണ്. JOWR ആണെന്ന് എന്റെ വിശ്വാസം. അതിന്റെ സ്പെല്ലിംഗ് അതെവിടെയാണെന്ന്, അത് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട്. എക്സാക്ട് ലൊക്കേഷൻ ഇതാണ്. ജവാർന്നോ JAWR JOWR ഏതോ ഒരു ഒന്നാണ് സ്പെല്ലിംഗ് എന്തായാലും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് അവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ ആ പേജിലെ ബാക്കി ന്യൂസുകളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസാം ചീഫ് മിനിസ്റ്റർ ഹിമാന്ത ബിശ്വ ശർമ്മയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കാണാം. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ എഡിറ്റോറിയൽസ് ആണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഫാമിംഗ് കൺസെൻസസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ ഫാമിംഗ് കൺസെൻസസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഫാമേഴ്സിന്റെ അജിറ്റേഷനെ കുറിച്ചാണ്. ഫാമേഴ്സിന്റെ അജിറ്റേഷന് വേണ്ടിയിട്ട് അവർ ഡൽഹിയിലേക്കാണ് മാർച്ച് ചെയ്തത്. പക്ഷേ ഹരിയാന ബോർഡറിൽ വെച്ച് അവർ തടഞ്ഞിരിക്കുകയാണ്. അവർക്കെതിരെ ടിയർ ഗ്യാസ് ഷെല്ലുകൾ ഉപയോഗിക്കുന്നു, ഡ്രോൺസ് ഉപയോഗിച്ച് ടിയർ ഗ്യാസ് ഷെല്ലുകൾ പ്രയോഗിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പേരിൽ കുറച്ച് വലിയ ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫാമേഴ്സിന്റെ ഫാം ലോസ് വിത്ഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവർ കഴിഞ്ഞ തവണ സമരം നടത്തിയത്. പക്ഷേ അതൊക്കെ അന്നേ വിത്ഡ്രോ ചെയ്തു. ഇപ്പോഴത്തെ സമരത്തിന്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. MSPക്ക് ലീഗൽ ഗ്യാരണ്ടി കൊടുക്കുക എന്നാണ് അവരുടെ മെയിൻ ലക്ഷ്യം. MSP മിനിമം സപ്പോർട്ട് പ്രൈസ്. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് ഓൾസോ നീഡ്സ് മെനി റൗണ്ട്സ് ഓഫ് നെഗോഷിയേഷൻസ് ആൻഡ് ഡിസ്കഷൻസ് വിത്ത് ദ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതുകൊണ്ടാണ് ഒരു ഈ മീറ്റിങ്ങിനൊക്കെ വിളിക്കുന്നത്. പക്ഷേ ആ മീറ്റിംഗ് ഒക്കെ പലതും അലസിപ്പോയാണ് ആ ചർച്ചകളെല്ലാം. അപ്പൊ ഇതിലിപ്പം ഫാമേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയിൽ ഇപ്പോൾ ഒരു യൂണിറ്റി ഇല്ല. മുമ്പ് SKM എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സംയുക്ത കിസാൻ മോർച്ച. പക്ഷെ അവര് അല്ല ഇപ്പൊ ഈ ഒരു മാർച്ച് നടത്തുന്നത്. അവരുടെ തന്നെ ഒരു സ്പ്ലിൻഡർ ഗ്രൂപ്പാണ്. പഴയ ഒരു യൂണിറ്റി ഇല്ലാത്ത ഒരു പ്രോബ്ലം. പിന്നെ മുമ്പ് UP-യിലെ ജാട്ട് കമ്മ്യൂണിറ്റിക്കാർ ഇതിൽ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം അവർ പങ്കെടുക്കുന്നില്ല. കാര്യം അവരുടെ ഏറ്റവും വലിയ ലീഡറായിരുന്ന ചരൺ സിംഗ് ജാട്ട് ലീഡറായിരുന്നു. പുള്ളിക്ക് ഇപ്പൊ ഭാരതരത്നയെ കൊടുത്തു. അപ്പൊ പുള്ളിയുടെ പാർട്ടി ഇപ്പം BJPക്ക് പോകണം. അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ എന്തായാലും ഈ എഡിറ്റോറിയൽ വേണമെന്നുള്ളത് വായിച്ചു നോക്കുക. ഓക്കെ, രണ്ടാമത്തത് പെൻഷൻ കൺസേൺസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. അത് അങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള എഡിറ്റോറിയൽ അല്ല നമ്മളുടെ ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂ. അത് ഈ EPF എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഈ ഇടയ്ക്ക് EPF-ന്റെ റേറ്റ് 8.25% ആയിട്ട് എൻഹാൻസ് ചെയ്യുകയൊക്കെ ചെയ്തു. അത് പെൻഷനേഴ്സിന് അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വലിയ ആവശ്യമില്ല.
ഓക്കെ, ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇല്ല, ഈ ന്യൂസ് വേണ്ട. ദ ഇല്യൂഷൻ ഓഫ് ചേഞ്ച് ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പലപ്പോഴായിട്ട് പറഞ്ഞാണ്. പാകിസ്ഥാനിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നു. മിക്കവാറും ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരിക്കും ഫോം ചെയ്യപ്പെടാൻ പോണെന്ന് ഇപ്പൊ പറയുന്നത്. ഇത്ര രൂപ പറഞ്ഞു വെച്ചാൽ നവാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, അതിൽ PML പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പാർട്ടിക്ക്, അവിടുത്തെ PPP എന്ന് പറയുന്ന പാർട്ടിയുണ്ട് പാകിസ്ഥാനിലെ, ബിലാവൽ ഭൂട്ടോയുടെ പാർട്ടി, പഴയ സുൽഫീഖർ അലി ഭൂട്ടോയുടെ പാർട്ടി, അവര് പിന്തുണ കൊടുക്കുന്ന, അവരെന്തായാലും പിന്തുണ കൊടുക്കുമായിരിക്കും. എന്തായാലും അങ്ങനെ ഫോം ചെയ്യാൻ പറ്റൂ, കോalition ഗവൺമെന്റോടെ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് നോബഡി ഗോട്ട് മെജോറിറ്റി ഇൻ ദ ലാസ്റ്റ് ജനറൽ ഇലക്ഷൻ. പക്ഷേ ഓരോ ദിവസവും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ അൺസർട്ടൻറ്റിയാണ്. നവാസ് ഷെരീഫിന്റെ താല്പര്യമില്ലെന്ന് പറഞ്ഞതും ബ്രദർ ഷഹബാസ് ഷെരീഫ് ആവും എന്നൊക്കെ പറയുന്നു. അപ്പൊ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ദ ഇല്യൂഷൻ ഓഫ് ചേഞ്ച് ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഇനി അതിനടുത്ത പേജ് പോകുമ്പോൾ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് നോമിനേഷൻ. അവർ ഇത്രയും കാലം ലോക്സഭയിലെ റായ്ബറേലി മണ്ഡലത്തിന് റെപ്രസെന്റ് ചെയ്തിരുന്നതാണ്. എപ്പോഴും നെഹ്റു കുടുംബം സ്ഥിരമായിട്ട് മത്സരിച്ചിരുന്ന ഒരു 1-2 സീറ്റുകളുണ്ട്. അമേത്തിയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ തോറ്റുപോയി. അങ്ങനെയാണ് വയനാട് അദ്ദേഹം ഇലക്ടഡ് ആയതും. അതുപോലെ സോണിയാഗാന്ധി റായ്ബറേലിയിലായിരുന്നു. അതിനുമുമ്പ് ഇന്ദിരാഗാന്ധി റെപ്രസെന്റ് ചെയ്ത മണ്ഡലമായിരുന്നു റായ്ബറേലി. അപ്പൊ അങ്ങനെ ഒരു പരമ്പരയായിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ അമേത്തി മണ്ഡലം മുമ്പ് രാജീവ് ഗാന്ധിയുടെ ആയിരുന്നു. ഇപ്പൊ അവർ പക്ഷെ രാജ്യസഭയിലേക്ക് മാറി. അതിനെ കുറിച്ചുള്ള ന്യൂസാണ്. പിന്നീട് താഴോട്ട് വരുമ്പോ പുൽവാമ ടെറർ അറ്റാക്കിന്റെ പിന്നീട് ആനിവേഴ്സറി ആയിരുന്നു 14th ഫെബ്രുവരി. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് 14th ഫെബ്രുവരി ഇവിടെ എല്ലാവരും വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം ഒത്തിരി പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു. 10-40 പേര്. അപ്പൊ അതിന്റെ പേരിൽ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ പാകിസ്ഥാനിൽ നടത്തുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ഓപ്പൺ ഫയർ ഓൺ ജമ്മു ബോർഡർ. പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ആയിരുന്നു അറിഞ്ഞിരിക്കണം. അത് ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF ഇല്ലേ, ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF എന്ന് പറയുന്ന ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ഉള്ളതുപോലെ പാകിസ്ഥാന്റെ സൈഡിലുള്ളതാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ്. SC കൊളീജിയം റെക്കമെൻഡ്സ് ട്രാൻസ്ഫർ ഓഫ് കേരള ഹൈക്കോടതി ജഡ്ജ്. SC കൊളീജിയം അത് നിങ്ങൾക്ക് അറിയാം, സുപ്രീം കോടതി കൊളീജിയം. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ പുതിയ ജഡ്ജിമാർ ആരാവണം തീരുമാനിക്കുന്നത്. അവരുടെ പല കാര്യങ്ങളും ട്രാൻസ്ഫർ, പോസ്റ്റിംഗ്, എവറിത്തിങ് അവരാണ് ചെയ്യുന്നത്. സുപ്രീം കോടതിയിലെ 5 to 6 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഉള്ള ഒരു സംവിധാനമാണ് കൊളീജിയം എന്ന് പറയുന്നത്. പിന്നെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. അതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമങ്ങളിൽ മാത്രമുള്ള 100 days ജോലി കൊടുക്കുന്ന ഒരു സ്കീമാണ് MGNREG സ്കീം. പിന്നെ ഈ ഫാമേഴ്സിന്റെ അജിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ നമ്മൾ കൂടുതലൊന്നും പറയാനില്ല. കാരണം അതെല്ലാം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ അല്ലാതെ ഒരു ന്യൂസ് വാല്യൂ ഭയങ്കരമായിട്ട് തന്നെ ഉണ്ട് താനും. ഓക്കെ, അതിന് അടുത്ത പേജിൽ പോകുമ്പോൾ PM ഇനാഗുറേറ്റ്സ് അബുദാബീസ് ഫസ്റ്റ് ഹിന്ദു സ്റ്റോൺ ടെമ്പിൾ എന്ന് പറയുന്ന ന്യൂസ് മാത്രമാണ് നമുക്ക് അവിടെ ആവശ്യമുള്ളത്. ബാക്കി ഒരു ന്യൂസുകളും നമുക്ക് ആവശ്യമുള്ളതല്ല. ഈ ആ ടെമ്പിളിന്റെ പേര് ബാപ്സ് എന്നാണ് ഞാൻ പറഞ്ഞു. അതിന് എക്സ്പാൻഷൻ ഉണ്ട്. ബോച്ച സന്യാസി അക്ഷർ പുരുഷോത്തം സ്വാമിനാരായൺ സംസ്ഥ എന്നാണ്. അതാണ് ബാപ്സ്. ബോച്ച സന്യാസി അക്ഷർ പുരുഷോത്തം സ്വാമിനാരായൺ സംസ്ഥ, ബാപ്സ്. അതാണ്. അതിലെ ഓരോരോ അക്ഷരങ്ങൾ എടുത്താണ് BAPS ഉണ്ടാക്കുന്നത് ബാപ്സ് എന്ന് പറയുന്നത്. അതാണ് അബുദാബിയിലാണ് ഈ ടെമ്പിൾ. അത് നമ്മൾ പറഞ്ഞതാണ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് സയ്യിദ് അൽ നഹ്യാൻ അദ്ദേഹമാണ് വേണ്ടിയുള്ള ലാൻഡ് ആയി കൊടുത്തത്. അപ്പൊ അതും അവിടെ പറയുന്നുണ്ട്. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇതാണ് പ്രബോവോ സുബിയാന്തോ. അവിടെ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആവാൻ വലിയ സാധ്യതയുള്ള മനുഷ്യൻ. ഷഹബാസ് ഷെരീഫിന്റെ ഫോട്ടോ അവിടെ കാണാം. ഞാൻ പറഞ്ഞു പാകിസ്ഥാനിൽ മിക്കവാറും ഷഹബാസ് ഷെരീഫ് പ്രൈം മിനിസ്റ്റർ ആവാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. ഇത്രയും ദിവസം പറഞ്ഞിരുന്നത് നവാസ് ഷെരീഫ് ആവുമെന്നാണ്. ടർക്കീസ് എർദോഗാൻ വിസിറ്റ്സ് ഈജിപ്റ്റ് ആസ് ടൈസ് ആർ ബാക്ക് ഇൻ ഫുൾ സ്വിംഗ്. ടർക്കി നിങ്ങൾക്കറിയാം ഒരു ഇസ്ലാമിക് കൺട്രിയാണ്. ഒപ്പം ഇസ്ലാമിക് കൺട്രി പറഞ്ഞാൽ ഇസ്ലാം മതമാണ് അവിടെ ഭൂരിപക്ഷം. അല്ലാതെ അവിടെ എനിക്കൊന്ന് ഒഫീഷ്യൽ റിലീജിയനായിട്ട് ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഒരു സെക്യുലർ രീതിയിൽ പോകുന്ന രാജ്യമാണ് തോന്നുന്നു. നോക്കിക്കൊള്ളണം. ഈജിപ്റ്റ് അതുപോലെ അറബ് വേൾഡിലെ ഏറ്റവും വലിയൊരു രാജ്യമാണ്. അപ്പൊ ഇവർക്കൊക്കെ ഇസ്രായേലുമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഇസ്രായേൽ ഹമാസ് വാറിലൊക്കെ വലിയ പങ്ക്, നെഗോഷിയേഷൻസിലൊക്കെ ഇവർ തങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ വഹിക്കുന്ന ഒരു രാജ്യമാണ് ഈജിപ്റ്റ്. അതുപോലെ വേറെ രാജ്യം ഖത്തറാണ്. ഇവർ രണ്ടുപേരും US കൂടെ ചേർന്നാണ് ഈ ഒരു
ട്രൂസ് ഒക്കെ കൊണ്ടുവരാൻ, ഒരു വെടിനിർത്തലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈജിപ്തിന്റെ പ്രസിഡന്റ് അബ്ദൽ ഫത്ത എൽ സിസി ആണ്. അബ്ദൽ ഫത്ത എൽ സിസി. അബ്ദൽ ഫത്ത എൽ സിസി. ടർക്കിയുടെ പ്രസിഡന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, റിസെപ് തായിപ്പ് എർദോഗാൻ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ടർക്കിയുടെ പ്രസിഡന്റ് റിസെപ് തായിപ്പ് എർദോഗാൻ. അപ്പൊ ഇവർ തങ്ങളിൽ മീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അത് ഈ വാറിന്റെ ആ ഒരു പ്രോബ്ലം ഒന്ന് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇസ്രായേൽ ഇപ്പോഴും അവിടെ ലെബനനെ ഉൾപ്പെടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേല് ലെബനനെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ ചിലപ്പോൾ അവരുമായിട്ടൊരു വാറും കൂടെ കഴിഞ്ഞാൽ ഇസ്രായേൽ പല ഫ്രണ്ടിൽ വാർ നടത്തേണ്ടി വരും. ഓക്കെ. പിന്നെ MSB ഗ്യാരണ്ടി അക്രോസ് ക്രോപ്സ് ക്യാൻ റേസ് ഇൻകം ആൻഡ് ഡിമാൻഡ് എന്നൊരു അത് ഒരു സ്റ്റഡി പറഞ്ഞേക്കുന്നതാണ്. MSP മിനിമം സപ്പോർട്ട് പ്രൈസ് ഗ്യാരണ്ടി കൊടുത്താൽ ഏതാണ്ട് 21,000 കോടി രൂപയായിരിക്കും ഒരു വർഷം സർക്കാരിന് അധിക ചെലവുണ്ടാവുന്നതൊക്കെ ക്രിസിൽ പറഞ്ഞേക്കുന്നത്. ക്രിസിൽ നമുക്കൊക്കെ അറിയാം, ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ക്രിസിൽ, ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ക്രിസിൽ. അവരുടെ ഒരു സ്റ്റഡി പറഞ്ഞത് ഏതാണ്ട് 21,000 crores ഗവൺമെന്റിന് ചെലവാകും അഡീഷണലി. പക്ഷേ അതിന്റെ ഗുണം നമ്മളുടെ ഫാമേഴ്സിന്റെ ഇൻകം കൂടും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് റൂറൽ എക്കോണമിയിൽ സ്പെൻഡ് ചെയ്യപ്പെടും. അപ്പൊ ടോട്ടൽ ഡിമാൻഡ് സാമ്പത്തിക വ്യവസ്ഥയിൽ സൃഷ്ടിക്കപ്പെടും. അപ്പൊ അത് നല്ലതെന്ന് അവർ പറയുന്നു. പക്ഷെ ഞാൻ വായിച്ച പല സ്ഥലങ്ങളിലും MSP ഗ്യാരണ്ടി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എക്കോണമിയെ ഭയങ്കര പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നും പറയുന്നുണ്ട്. പിന്നെ 16th ഫിനാൻസ് കമ്മീഷൻ പണി തുടങ്ങി എന്നൊരു ന്യൂസ് കാണാം. 16th ഫിനാൻസ് 26ാം ഫിനാൻസ് കമ്മീഷൻ 16ാം ഫിനാൻസ് കമ്മീഷന്റെ ഇത് 2026 മുതലാണ് നടപ്പായി തുടങ്ങുന്നത് അവരുടെ റെക്കമെൻഡേഷൻസ്. പക്ഷെ അവരുടെ മാൻഡേറ്റ് സ്റ്റാർട്ട് ചെയ്തു. അവർ 16th ഫിനാൻസ് കമ്മീഷൻ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 16th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. പിന്നെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഞാൻ നിങ്ങളുടെ പറഞ്ഞു. റീറ്റെയിൽ ഇൻഫ്ലേഷൻ പോലെ ഇന്ത്യയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വേറൊരു സംഭവമാണ് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ഉപയോഗിക്കുന്ന CPI ആണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ഉപയോഗിക്കുന്ന WPI, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. പിന്നെ സ്പോർട്സ് പേജില് ഇന്ത്യ ഇംഗ്ലണ്ട് നെക്സ്റ്റ് ക്രിക്കറ്റ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസുകളുണ്ട്. അതിൽ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. പിന്നെ ബംഗളൂരു ഓപ്പൺ എന്ന് പറയുന്ന ഒരു ടെന്നീസ് ടൂർണമെന്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. അതിൽ സുമിത് നഗലൊക്കെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ്. സുമിത് നഗൽ ഇപ്പൊ വേൾഡിൽ 98th റാങ്ക്ഡ് പ്ലെയർ ആണ്. അപ്പൊ ഇതിലും ജയിച്ചാൽ അദ്ദേഹത്തിന്റെ റാങ്കിങ് വീണ്ടും ഇംപ്രൂവ് ആവും. ഇപ്പൊ ക്വാർട്ടർ ഫൈനലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതാ ജയ്ഷാ ഇന്ത്യയുടെ BCCIയുടെ സെക്രട്ടറി ആണ്. ഒപ്പം തന്നെ ജയ്ഷാ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റും ആണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ACCയുടെ പ്രസിഡന്റും ഇന്ത്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ BCCIയുടെ സെക്രട്ടറിയാണ് ജയ്ഷാ. അതിനടുത്ത പേജ് ഇപ്പോ ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് മലേഷ്യയിൽ വെച്ച്. അതിൽ ഇന്ത്യ നന്നായിട്ട് ഇതുവരെയും പെർഫോം ചെയ്യുന്നുണ്ട്. ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് ടീമായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് PV സിന്ധു ഒക്കെ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ ജയിച്ചാൽ ഇന്ത്യ ജയിച്ചെന്നേ പറയുള്ളൂ. അപ്പൊ ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെ നടന്നിരിക്കുക? മലേഷ്യയിൽ വെച്ച്. ഓക്കെ. അപ്പം ഏതാണ്ട് ഇന്ത്യ ഹാൻഡ്സ് ഓവർ ചെസ് ഒളിമ്പ്യാഡ് ടോർച്ച് ടു ഹംഗറി. ചെസ് ഒളിമ്പ്യാഡ് നടക്കാൻ പോകുന്നത് ഹംഗറിയിൽ വെച്ചാണ്. അപ്പൊ അതിന്റെ ഒരു ന്യൂസും കാണാം. ഇന്ത്യയുടെ യൂണിയൻ സ്പോർട്സ് മിനിസ്റ്റർ അനുരാഗ് താക്കൂറിന്റെ ഫോട്ടോ ഇവിടെ കാണാം. അനുരാഗ് താക്കൂർ ആണ് അത് ഹാൻഡ് ഓവർ ചെയ്തത്. കഴിഞ്ഞ ചെസ് ഒളിമ്പ്യാഡ് ഇന്ത്യയിൽ വെച്ച് ചെന്നൈയിൽ വെച്ചായിരുന്നു. അതിനി നടക്കാൻ പോകുന്നത് ഹംഗറിയിൽ വെച്ചാണ്. ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ ആണ് വിക്ടർ ഓർബൻ. ഹംഗറിയുടെ ക്യാപിറ്റൽ ബുഡാപെസ്റ്റ് ആണ്. അപ്പൊ ഇത്രയാണ് ഈ 2 ദിവസത്തെ പത്രത്തിന്റെ പ്രധാന ന്യൂസുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോർഡ് സ്കീം തന്നെയാണ്. ബാക്കിയെല്ലാം നമുക്ക് ജസ്റ്റ് 1 word ആൻസേഴ്സ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം എല്ലാവരും വീഡിയോസ് കാണുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.